സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും ദൈവനാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കട്ടെ. ഇന്ന് നാം അല്പസമയം ധ്യാനിക്കുന്നത് യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണം സംബന്ധിച്ചാണ്. സ്വർഗാരോഹണം എന്ന പദത്തിന് യേശുവിൻ്റെ തിരിച്ചുപോകൽ എന്ന് പറയാം. അഥവാ മനുഷ്യ പാപ പരിഹാര ബലി അർപ്പിക്കുവാൻ ക്രൂശിതനായ യാഗമായ യേശു മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 നാൾ വീണ്ടും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുകയാണ്. അഥവാ സ്വർഗത്തിലേക്ക് തിരികെ പോവുകയാണ്. അതിനെയാണ് സ്വർഗാരോഹണം എന്ന് പറയുന്നത്. പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്ന പുത്രൻ തൻ്റെ ഭൂമിയിലെ ദൗത്യം നിർവഹിച്ച് തിരികെ സ്വർഗത്തിലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് തിരിച്ചുപോയി അവിടെ ആയിരുന്നുകൊണ്ട് മാനവരാശിയുടെ രക്ഷയ്ക്കായി വീണ്ടും പിതാവിനോട് മധ്യസ്ഥത അണയ്ക്കുവാൻ ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്തുണ്ട്. ആ സ്വർഗാരോഹണത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ 3 വേദഭാഗങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയും, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളിലും, അവസാനമായി അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 9 മുതൽ 11 വരെ, ഇങ്ങനെ 3 വേദഭാഗങ്ങളിലായി യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയും. ഈ 3 എന്നുള്ളത് ഒരു വളരെ പ്രാധാന്യപ്പെട്ട അഥവാ വളരെ പ്രാധാന്യമുള്ള ഒരു സംഖ്യയാണ്. പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, 2-3 സാക്ഷികളുടെ മൊഴിയാൽ ഏത് കാര്യവും ഉറപ്പിക്കപ്പെടുന്നുവെന്ന്. ഇവിടെ യേശുവിൻ്റെ സ്വർഗാരോഹണം ഒരു യാഥാർത്ഥ്യമെന്ന് തെളിയിക്കുവാൻ 3 വേദഭാഗങ്ങൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതിലും ഒരു ദൈവഹിതമുണ്ട്, ഒരു സത്യമുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളതാണ്. നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 50-51 വാക്യങ്ങളിൽ യേശു എവിടെ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തതെന്ന് വ്യക്തമാണ്. ബേഥാന്യ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്. ഈ ബേഥാന്യ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമായിരുന്നുവെന്ന് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. യേശു സ്നേഹിച്ച ലാസർ പാർത്ത ബേഥാന്യ എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു. യേശു സ്നേഹിച്ച ലാസർ പാർത്ത ബേഥാന്യയിൽ നിന്ന് തന്നെ യേശു സ്വർഗാരോഹണം ചെയ്യുന്നതും വിചിത്രമായി തോന്നാം. എന്തായാലും ഇന്ന് സ്വർഗാരോഹണത്തെക്കുറിച്ച് അല്പമായി നാം ധ്യാനിക്കുമ്പോൾ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 നാൾ കൂടി ഈ ലോകത്തിലുണ്ടായിരുന്നുവെന്നും 500ഓളം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായെന്നും അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നുണ്ട്. ഇങ്ങനെ ഭൂമിയിലെ തൻ്റെ ദൗത്യ നിർവഹണം പൂർത്തീകരിച്ച് താൻ ഒരുക്കിയ രക്ഷയുടെ സാക്ഷികളാക്കി ശിഷ്യന്മാരെ നിയോഗിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്ക് ആവശ്യമായ അധികാരവും ശക്തിയും അഭിഷേകവും വരദാനങ്ങളും കൃപാവരങ്ങളും ചൊരിഞ്ഞുകൊണ്ട് യേശു സ്വർഗാരോഹണം ചെയ്യുകയാണ്. പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ കൈ ഉയർത്തി അനുഗ്രഹിച്ചു എന്ന് നാം കാണുന്നു. അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യേശു അവരെ വിട്ട് പിരിഞ്ഞതെന്നും, അഥവാ
സ്വർഗാരോഹണം ചെയ്തതെന്നും വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:50-51 വാക്യങ്ങളിൽ നാം കാണും. അതിനുശേഷം ഈ കർത്താവിൻ്റെ സ്വർഗാരോഹണം നേരിട്ട് കണ്ട ആ ശിഷ്യന്മാർ കർത്താവിനെ നമസ്കരിക്കുകയും അഥവാ ആരാധിക്കുകയും മഹാസന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചു ആരാധിച്ചു മഹത്വപ്പെടുത്തി എന്നാണ് നാം കാണുന്നത്. അതെ, കർത്താവ് ഇന്ന് സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്. അതെ, കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആമേൻ, ആമേൻ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുന്നേ. വിണ്മയമാകും ശരീരം ആ വിൺരൂപി നൽകുമ്പോ എന്നല്ലെല്ലാം മാറിയിടുന്നേ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോ. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമരും മൂടന്തരും കുതിച്ചുയരും. വിണ്മയമാകും ശരീരം ആ